Hello friends, നമസ്കാരം. എല്ലാവർക്കും ടെക്നോ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Realme X എന്ന ഈ ഒരു ഫോണിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്പേസ് ബ്ലൂ എന്ന വേരിയന്റ് ആണ്. 4GB റാമും അതുപോലെ തന്നെ 128GB റോമും വരുന്ന ഒരു വേരിയന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു Realme Xന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഒരു ഓവർവ്യൂ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ Realme X എന്നുള്ള ഫോൺ. നമുക്ക് സ്നാപ്ഡ്രാഗൺ 70AI കൂടിയിട്ടുള്ള പ്രൊസസ്സറാണ് നമ്മൾ ഈ Realme Xൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് കളർ സ്പേസ് ബ്ലൂ ആണ്. ഇതിനോട് കൂടിയുള്ള വേറൊരു വേരിയൻറ്റും കൂടെ ഉണ്ട്, ഒരു പോളർ വൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റാം വരുന്നത് 4GB റാമാണ്. അതുപോലെ തന്നെ റോം വരുന്നത് 128GB റോമാണ് വരുന്നത്. പിന്നെ ഈ Realme Xയുടെ ബാറ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3565 mAh ആണ് നമ്മൾ ഈ ഒരു ബാറ്ററി Realme Xനുള്ളത്. ഇനി നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കത്തി ഒന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ ഒരു ബോക്സാണ് വരുന്നത്. നമ്മുടെ റിയൽമിയുടെ ഒരു ബോക്സാണ് വരുന്നത്. അതിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക, കേസും മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മളത് മാറ്റി വെക്കുകയാണ്. ശേഷം നമ്മൾ ആ ഒരു Realme X ഫോൺ നമ്മളൊന്ന് കയ്യിലെടുക്കുകയാണ്. ഓക്കെ, കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മുകളിലുള്ള ആ ഒരു കവറൊന്ന് മായ്ച്ച് കളയാണ്. ഓക്കെ, നമ്മൾ ആ ഒരു കവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കുമാണ് നമുക്ക് ഈ ഒരു Realme X നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ലുക്കാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 3D ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു Realme X നമ്മുടെ ഈ ഒരു ലുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഫോൺ മാറ്റി വെക്കാം. എന്നിട്ട് ശേഷം നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തതായിട്ടുള്ളത് നമുക്കൊരു വോക്ക് ചാർജാണ് നൽകുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജറായിട്ടാണ് നമ്മൾ ഈ ഒരു വോക്ക് ചാർജർ അറിയപ്പെടുന്നത്. നമുക്ക് ഓപ്പോയിലാണെങ്കിലും റിയൽമിയിലാണെങ്കിലും പുതുതായിട്ട് വരുന്നത് ഈ ഒരു ഇതുപോലുള്ള ഒരു വോക്ക് ചാർജറാണ്. സി ടൈപ്പോട് കൂടിയിട്ടുള്ള ഒരു വോക്ക് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വോക്ക് ചാർജർ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബോക്സിൽ വരുന്നത് നമുക്കൊരു ടൈപ്പ് സി കേബിളാണ്. ഇതൊരു നല്ല വിഷയം തന്നെയാണ്. കാരണം ടൈപ്പ് സി കേബിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് നമുക്ക് ലഭിക്കുക. ഡാറ്റ ട്രാൻസ്ഫറിങ് നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് സി കേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ നല്ല സ്പീഡായിട്ട് നമുക്ക് ഈ ഒരു USB കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു USB കേബിൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ ആദ്യം ലഭിച്ച ആ ചെറിയ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ എല്ലാ ഫോണിൽ വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബോക്സിന് വരിക. നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു സിം ഇജക്റ്റിംഗ് ടൂളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ സിം ട്രേ ഓപ്പൺ ചെയ്യാനുള്ള ടൂളാണ്. ശേഷം പിന്നെ വരുന്നത് നമുക്ക് വാറൻറ്റി കാർഡ്, അതുപോലെ തന്നെ കിക്ക് മീഡിയ സപ്പോർട്ടൊക്കെ ഉള്ള മാനുവലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്നത് ഒരു കേസാണ്. ഒരു അടിപൊളി കേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേസല്ല. ചെറുതായിട്ട് സൈഡുകളിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു കേസ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കേസിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ കയ്യിലെടുക്കാം. മൊബൈൽ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്ക് വരുന്നത് ഒരു നോയിസ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പോപ്പപ്പ് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്ക് സെൽഫി എടുക്കാനാണെങ്കിലും ഫേസ് അൺലോക്കിനൊക്കെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ 2 സിമ്മ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, മെമ്മറി നമുക്ക് ഇടാൻ പറ്റുകയില്ല. പിന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറോട് കൂടിയിട്ടുള്ള ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ ഫോണിൻ്റെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പീക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 3.5mm ഓഡിയോ ജാക്കാണ് അതിൻ്റെ കൂടെയുള്ളത്. നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ വോളിയം കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺസൊക്കെ നമുക്ക് വരുന്നത്. ഇനി നമ്മളെ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഫോൺ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.53 സൂപ്പർ അമോൾഡ് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു റിയൽമി എക്സിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഫോണിലും പോലെ തന്നെ നമ്മൾ ഫോൺ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇൻബിൽഡായിട്ട് പല ആപ്ലിക്കേഷനും കൂടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ നമുക്ക് എബൌട്ട് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എബൌട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ വേർഷൻസ് അതുപോലെ തന്നെ പ്രൊസസ്സറൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റാം വരുന്നത് 4GB റാമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഡിവൈസ് സ്റ്റോറേജ് വരുന്നത് 128 GB ആണ് ഡിവൈസ് സ്റ്റോറേജ് ടോട്ടലായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 105 GB ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ 2 സിം മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, മെമ്മറി ഇടാൻ പറ്റുകയില്ല എന്ന്. പക്ഷേ ആ ഒരു മെമ്മറി ഇടാത്ത പ്രശ്നം നമുക്ക് ഈ 105 GB കൊണ്ട് നമുക്ക് എന്താ പറയുക പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 48 MP പ്ലസ് 5 MP സോണിയുടെ സെൻസറും കൂടി അടങ്ങിയിട്ടുള്ള ഒരു റിയർ ക്യാമറയാണ് നമുക്ക് ഈ ഒരു റിയൽമി എക്സിന് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ അതിനോട് കൂടെ ഒരു LED ഫ്ലാഷും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 MP ഒരു പോപ്പപ്പ് ക്യാമറയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഫോണിലെടുത്തിട്ടുള്ള വീഡിയോയുടെയും ഫോട്ടോയുടെയൊക്കെ സാമ്പിൾസ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അവസാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K HD വരെയുള്ള വീഡിയോസ് വരെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു ഷട്ടർ സ്പീഡാണ് നമുക്ക് റിയൽമി എക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ക്യാമറയോട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ 48 MP നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫോണിൻ്റെ മുകളിലുള്ള ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഫ്രെയിം സെലക്ട് ചെയ്യാൻ വരും. നിങ്ങൾക്ക് അവിടെ ഫോട്ടോ റേഷ്യോ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 48 MP 4ാമത്തെ സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 48 MP ആ ഒരു ക്വാളിറ്റിയോട് കൂടിയുള്ള ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ആ ഒരു പോപ്പപ്പ് ക്യാമറ സെറ്റപ്പ് മുകളിലോട്ട് പൊന്തി വരുന്നതും താഴ്ന്നു വരുന്നതും കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഒരു പോപ്പപ്പ് ക്യാമറ വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് നമ്മളെ ഈ ഒരു റിയൽമി എക്സിൽ വന്നിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമ്മുടെ റിയൽമി എക്സിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് വെക്കാനുള്ള ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഫേസ് അൺലോക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഫേസ് അൺലോക്കിങ്ങും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റ് ഫേസ് അൺലോക്കിംഗ് സിസ്റ്റമാണ്. ആ ഒരു സംവിധാനമാണ് നമ്മുടെ റിയൽമി എക്സിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പോപ്പപ്പ് ക്യാമറ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയുടെയും അതുപോലെ തന്നെ റിയർ ക്യാമറയുടെയും ഒക്കെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോ സാമ്പിൾസ് ഒക്കെയാണ് ഇതിന് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോട്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ.